അതെ അതെ, ഞാനേ അവനെ കുറിച്ച്, ദീപകിനെ കുറിച്ച് സംസാരിക്കാൻ. ഓ, നിന്റെ വിജയത്തിന് ശേഷം അവന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ഭയമുണ്ട് പ്രതാപ. തോറ്റു കഴിഞ്ഞ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താ നമ്മുടെ കുടുംബത്തെ ആകെയുള്ളൊരു ആന്തരിയല്ലേ അവൻ. ആന്തരി എന്താ ചേച്ചി ഞാൻ അവനെ പറയേണ്ടത്? അവനെ പോലെ ഒരെണ്ണം മതി ഈ ഭൂമിയിൽ. സ്വന്തം അമ്മയ്ക്കും അമ്മാവനും തലവേദന മാത്രം ഉണ്ടാക്കാൻ പറഞ്ഞ ദുഃഖക്കനി. തല്ലിയാലും കൊന്നാലും ഒന്നും അവന്റെ സ്വഭാവം മാറില്ല പ്രതാപ. 37 വയസ്സുവരെ അവന് കഷ്ടകാലമായിരിക്കുമെന്ന് ജോത്സ്യൻ പണ്ടേ പറഞ്ഞതല്ലേ. എടാ, നീ ഒരു വാക്ക് പറഞ്ഞാ മതി. റിസൾട്ട് വന്നു കഴിഞ്ഞാ ആ അനന്തം പിള്ളയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട്, മുഖത്ത് നോക്കി കൊടുത്തിട്ട് ഞാൻ ദീപകനെ കൊണ്ട് US പൊക്കോളാം. അവൻ ഈ ചെയ്തു കൂട്ടത്തിനൊക്കെ അവനെ പറഞ്ഞുവിടാതെ ചേച്ചി എന്തിനാ US പോകുന്നത്? എന്തും ഞാൻ ക്ഷമിച്ചനെ. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിന്ന് എനിക്കെതിരെ മത്സരിച്ചെങ്കിൽ പോലും എനിക്ക് ഇത്രയും വെറുപ്പ് അവനോട് ഉണ്ടാവില്ലായിരുന്നു. ഇതോ ചതിയുടെ ഒപ്പം. ചേച്ചി എന്താ ഇത്? കൊച്ചു കുട്ടികളെ പോലെ. പ്രതാപ, എനിക്ക് ജീവിതം. ചേച്ചി കരച്ചിലൊന്നും നിർത്ത്. നമുക്ക് അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം. കരയില്ലേ ചേച്ചി? വേണ്ട പ്രതാപ, അവനെ ചുമന്ന് ഞാൻ മടുത്തു. ഇനി നീ തീരുമാനിക്കും. വളർത്താനാണെങ്കിലും പേരുടെ പിഴുതു കളയാനാണെങ്കിലും നിന്റെ തീരുമാനം എന്തായാലും അത് ഞാൻ അനുസരിക്കും. അതേ ഞാൻ അനുസരിക്കും. എത്രയൊക്കെ എന്നെ വെറുത്താലും എന്റെ പൊന്നു കുഞ്ഞല്ലേ ശ്രീ. അവൾക്കുണ്ടായ ഒരു പൊന്നാമനെ ഞാനില്ലാണ്ടാക്കൂ. രാധമ്മ അത് ചെയ്യില്ലെന്ന് ലോകഭാരയായ എനിക്ക് പോലും അറിയാം. ശരീരത്തിലും മനസ്സിലും പാഷാണം നിറച്ചു നടക്കുന്ന രുക്മിണി ഇത്തരം വൃത്തികേടുകളൊക്കെ ചെയ്യാൻ മടിക്കൂലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മകള് പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുന്നത് സ്വന്തം അമ്മയല്ലേ? ആ കോക്കാച്ചി തവളയെ സത്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ ഇത്രയ്ക്ക് മണ്ടിയാണോ ഇതൊക്കെ മനസ്സിലാക്കാതിരിക്കാൻ? ഒരമ്മായിയമ്മ പുന്നാരം എന്ന് വെച്ചാൽ രുക്മിണി നാലുകരയ്ക്കും ദേവതയായ കാവിലമ്മയല്ലേ? ആ സത്ത് എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയാം. കുഞ്ഞിന് നഷ്ടപ്പെട്ടതിന് കേസ് കൊടുത്തപ്പോ രുക്മിണി കോമ്പൻസേഷൻ എന്നും പറഞ്ഞ് 15 ലക്ഷം രൂപ രാജു അളിയന്റെ നിന്ന് മേടിച്ചില്ലേ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച്? അങ്ങനെ ഒരു അടിവലി ഇതിനിടയ്ക്ക് നടന്നല്ലേ? ആ കാര്യം ശ്രീലക്ഷ്മിയോട് തുറന്നു പറഞ്ഞ അവളുടെ തെറ്റിദ്ധാരണ മാറില്ലേ? അത് അവൾ ആരെയും പറയട്ടെ, നമ്മളാരും ഒരു വാദത്തിനും പോണ്ട. ലോകത്തിൽ ഒരുപാട് അമ്മമാര് കരയുന്നത് മക്കളെ ഓർത്ത. അക്കൂട്ടത്തിൽ ഞാനും. ഇല്ല എന്റെ തലവിധി. സ്വന്തം അമ്മയെ അവിശ്വസിച്ചു പോയവര് ആ വഴിക്ക് പോട്ടെ. പെറ്റ വയറിന്റെ വേദന മനസ്സിലാക്കാത്തവളെ കാലം പഠിപ്പിച്ചോളും. ഹരീഷിന്റെയും ശ്രീയുടെയും ബന്ധം ആലോചിച്ചപ്പോ തന്നെ ഞാൻ അന്നേ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് വേണ്ടെന്ന്. പയ്യൻ കൊള്ളാഞ്ഞിട്ടല്ല, ഇങ്ങനെയൊരു മാരക വിഷമാണല്ലോ അവന്റെ അമ്മ. എല്ലാം കലങ്ങി തെളിയൊരു ദിവസം. മകനെ മരുമോളെ അറിയിക്കാതെ രുക്മിണി ഒറ്റയ്ക്ക് വിഴുങ്ങി 15 ലക്ഷം. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഏതൊരു തിരഞ്ഞെടുപ്പിന്റെയും വിജയവും പരാജയവും ഒന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പ്രവചിക്കാൻ നമുക്ക് ആർക്കും ഒരു സിക്സ് സെൻസും ഇല്ല. പക്ഷേ ഇതിനൊക്കെ ഒരു കോമൺ സെൻസ് ഉണ്ട്. നമ്മൾ ഈ മണ്ഡലങ്ങളിലൊക്കെ നടന്നതാ. പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലമായ മാടപ്പള്ളിയിൽ 140 മണ്ഡലങ്ങളും നമുക്ക് ഒരുപോലെയാണ് രാജു. അത് ഋതു ആണല്ലോ ഈ മുന്നണിയുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ. ജനസ് അതാണല്ലോ. അച്ഛന്റെ ഗുണം മകൾക്ക് കിട്ടാതിരിക്കുവോ? എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ ജയിക്കണം. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം സെന്റിമെന്റ്സ് ഉള്ള മണ്ഡലം മാടപ്പള്ളിയാ.
വർമ്മ സാറിന്റെ മണ്ഡലം. ഈ മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ഞാൻ കയറി ഇറങ്ങിയതാ. എല്ലാ വോട്ടർമാരെയും ഞാനും ഋതുവും ഒരുമിച്ച് കണ്ടതാ. ഋതുവിന്റെ മുഖത്ത് നോക്കിയാ എല്ലാവരും വർമ്മ സാറിന് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞത്. ആ മുഖങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചെടുത്ത റിസൾട്ടാ എന്റെ മനസ്സിലുള്ളത്. വർമ്മ സാറ് വോട്ട് ചോദിച്ചപ്പോ ചിരിച്ച മുഖത്തോടെ നിന്ന വോട്ടർമാര് സാറിനെ വോട്ട് ചെയ്യൂ. ഇനി അവര് മറിച്ച് കുത്തണമെങ്കിൽ ഋതു അവരോട് ചെന്ന് നേരിട്ട് പറയണം, എന്റെ അച്ഛന് നിങ്ങൾ ആരും വോട്ട് ചെയ്യരുതെന്ന്. അതേതായാലും സംഭവിക്കില്ലല്ലോ. അതുകൊണ്ട് നോ ടെൻഷൻ, നമ്മൾ ജയിക്കും. പടം നയിച്ചതേ ഋതുവാ, വിജയിച്ചേ പറ്റൂ. ആ എന്താ രണ്ടുപേരും കൂടെ മുറ്റത്ത് നിൽക്കുന്നേ? എന്താ സംശയം? എന്റെ പൊന്ന സഹോദരങ്ങളെ, ഈ ഇലക്ഷൻ കഴിഞ്ഞ് നമ്മളൊക്കെ പിരിമുറുകി നിൽക്കുക. ഒരു വഴക്ക് വേണ്ട, ഒരു വഴക്കിനും ഞാനില്ല. നിങ്ങൾക്ക് ചോറ് ഇവിടെയാണെങ്കിലും കൂറപ്പുറത്തല്ലേ ആ അനന്തംപിള്ളയുടെ മുന്നണിയില്. മകൻ ജയിക്കണം, മന്ത്രിയാവണം എന്ന് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് ഞങ്ങൾക്കറിയാം. പോട്ടെ ചെറിയമ്മ, ഇനിയൊരു വഴക്ക് വേണ്ട. അതെ, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഇത്തരം കാര്യങ്ങൾ പറയാനല്ല. ഇലക്ഷന്റെ തലേ ദിവസം മുതല് ഞാൻ ഈ ഋതികയെ ശ്രദ്ധിക്കുന്നു. ഹ, ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ. പ്രതാപൻ ജയിക്കില്ലാന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ നിനക്ക് ഈ ടെൻഷൻ? അതെ, നിങ്ങളുടെ ആഗ്രഹം. വർമ്മ സാറ് ജയിക്കരുതെന്നുള്ള നിങ്ങളുടെ ആഗ്രഹമാണ് ഇപ്പൊ നിങ്ങൾ വിളിച്ചു പറഞ്ഞത്.